നമ്മുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകുന്നത്. ഞാൻ ഈ കാണിക്കുന്ന 3 കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുകയില്ല. ഏതാണ് ആ 3 കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചാറ്റ് ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ വാട്സാപ്പ് മാത്രം എത്രത്തോളം സ്റ്റോറേജ് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 12 GB സ്റ്റോറേജ് വാട്സാപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അത്ഭുതം തോന്നുന്നു അല്ലേ? നിങ്ങളുടെ വാട്സാപ്പും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് ചാറ്റ് ലിസ്റ്റുകളും ഒക്കെ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ യൂസ് ആയത് ഏറ്റവും മുകളിലാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ 5.2 GB ഈ ഒരു വ്യക്തി മാത്രം ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ ഡാറ്റ ഒരുപാട് ഡോക്യുമെൻറ്റ്സും ഫയലുകളും ഒക്കെ ഷെയർ ചെയ്തിട്ട് ഇവിടെ യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം യൂസ് ആകുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പിന്നെ എങ്ങനെ ഫുള്ളാകാതിരിക്കും? അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ മാർക്ക് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മാർക്കായി. പിന്നെ നിങ്ങൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഇനി ഇവിടെ ഡിലീറ്റ് കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കാം. ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അതും കൂടി നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 5.2 GB എനിക്കിപ്പോൾ ലാഭിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ മാർക്ക് ചെയ്തതിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അത് ആ ടിക്ക് മാർക്ക് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഫയലുകളൊക്കെ തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ചെക്ക് ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം GB ഡാറ്റ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഞാൻ വാട്സാപ്പിലെ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇനി ഞാൻ ഇതിൽ നിന്ന് ബാക്ക് വന്നിട്ട് മറ്റൊരു സംഭവം കൂടി കാണിച്ചു തരാം. അപ്പം വാട്സപ്പിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അതിൽ നിന്ന് ബാക്ക് വന്നു. ഇനി ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ഗാലറിയാണ്. ഗാലറിയിൽ നമ്മുടെ ഒരുപാട് ഫോട്ടോസുകൾ, വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആവശ്യമില്ലാത്തത് നമ്മൾ സാധാരണ ഡിലീറ്റ് ചെയ്യാറും ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ നമ്മൾ സാധാരണ പോലെ ഇതുപോലെ ഞെക്കി പിടിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുത്ത് ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇത് ശരിക്കും ഡിലീറ്റ് ആകുന്നില്ല, ഇത് ഗാലറി തന്നെ ഉണ്ട്. മറ്റൊരു സ്ഥലത്ത് ഇത് പോയി നിൽക്കും. ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസൈക്കിൾ ബിൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എത്രത്തോളം ഡാറ്റയാണ് ഇവിടെ നമ്മൾ ഡിലീറ്റ് ആയി എന്ന് കരുതുന്ന ഡാറ്റകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എത്ര ഫയലുകളാണുള്ളത്. അപ്പം ഗാലറിയിൽ നിന്നും ഡിലീറ്റ് ആക്കിയാൽ മാത്രം പോരാ, ഈ റീസൈക്കിൾ ബിന്നിൽ നിന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലെ ഓൾ മാർക്ക് ചെയ്യുക. ആവശ്യമുള്ളത് ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. ഇവിടെ ഡിലീറ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ഡിലീറ്റ് ആവും. ഓക്കെ, ആവശ്യമുള്ളത് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും. ഇതുപോലെ എല്ലാ ഐറ്റംസുകളും നിങ്ങൾ ഏതായാലും ഡിലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ടാണല്ലോ. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ഗാലറി അല്ല റീസൈക്കിൾ ബിന്നാണ് ഓപ്പൺ ആക്കിയത്. ഓക്കെ, അതിൽ തന്നെ ഒരുപാട് ഡാറ്റകൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിലും ഗാലറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ റീസൈക്കിൾ ബിന്നിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തതുണ്ടെങ്കിൽ അതിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇനി മൂന്നാമത് ഞാൻ കാണിക്കുന്നത് സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യും. ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മളിവിടെ ഓക്കെ കൊടുക്കും. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ ഡാറ്റകളൊന്നും ക്ലിയർ ആകുന്നില്ല. ഇത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഐ ബട്ടൺ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോർ സ്റ്റോപ്പ് ആദ്യം നിങ്ങൾ അടിക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആപ്പ് സൈസ് 148 MB കാണാൻ സാധിക്കും. പക്ഷേ ടോട്ടൽ സൈസ് 159 MB ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 148 MB പോകും. ബാക്കി ഈ കാണുന്നതൊക്കെ ഇവിടെ ശേഷിക്കും. അങ്ങനെ നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ളാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ക്ലിയർ കേച്ച് എന്ന ഈ ഒരു ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അത് ക്ലിയർ ആയിട്ടുണ്ട്, ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും 158 MB തന്നെയാണ് ടോട്ടൽ സൈസും. ഇങ്ങനെ ഡാറ്റകളൊക്കെ ആദ്യം ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു സ്റ്റെപ്പ് ബാക്ക് വന്നാൽ ഇവിടെ തന്നെ അൺഇൻസ്റ്റാൾ കാണാം. അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ
അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഒരു ഡാറ്റയും നിങ്ങളുടെ മൊബൈലിൽ ശേഷിപ്പുണ്ടാകുകയില്ല. നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് ഇനി അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഫുള്ളാകുന്നതും നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുകയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇതിലൂടെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.